ഇന്നലെ നമ്മൾ UDF നേതൃത്വവുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് UDFിൻ്റെ അറിവോടുകൂടിയോ സ്ഥാനാർത്ഥിയുടെ അനുമതിയോടു കൂടിയോ അല്ല ഇത്തരം പ്രചരണങ്ങൾ നടക്കുന്നത് എന്നാണ്. ടീച്ചർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇത് UDFിൻ്റെ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയും സ്ഥാനാർത്ഥിയുടെ അറിവോടുകൂടിയുമാണ് എന്ന്? ഇതിൽ അവർ തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. കാരണം എന്നോട് മീഡിയ ചോദിച്ചപ്പോൾ ഇത് UDFിൻ്റെ അറിവോടുകൂടിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ കാരണം നിരവധി തവണ ഇത്തരത്തിലുള്ള പോസ്റ്ററുകളും അതുപോലെ തന്നെ പ്രചരണങ്ങളും വന്നു എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ ഡോക്ടർ അരുണിനോട് നന്ദി പറയുകയാണ്. കാരണം സാധാരണ മീഡിയയിൽ വന്നൊരു കാര്യം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടാൽ അത് പിന്നെ വ്യക്തമാക്കിക്കൊണ്ട് മീഡിയ തന്നെ തുറന്നു പറയുന്ന സംഭവങ്ങൾ വിരളാണ്. പക്ഷേ താങ്കൾ എന്നോട് നടത്തിയ ഇൻ്റർവ്യൂ അത് എത്ര മോശമായ രീതിയിൽ വളച്ചൊടിക്കപ്പെട്ടു എന്നുള്ളത് വന്നപ്പോൾ എനിക്ക് ശരിക്കും വന്നൊരു വല്ലാത്ത വിഷമം. കാരണം ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ നേരെ എതിരർത്ഥം വരുന്ന രീതിയിലാണ് അത് വെട്ടിയെടുത്ത് മറ്റൊരു രീതിയിൽ പോസ്റ്റ് ചെയ്തത്. പക്ഷേ താങ്കൾ തന്നെ അത് പറഞ്ഞു, അങ്ങനെയല്ല ഞങ്ങളുടെ ഇൻ്റർവ്യൂവിൽ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരാശ്വാസമായി. യഥാർത്ഥത്തിൽ ഞാൻ ഇത്രയേറെ ഇങ്ങനെ ഒരു മോശമായ പ്രചരണം എൻ്റെ എതിർകക്ഷികൾ നടത്തുമെന്നുള്ളത്, അല്ലെങ്കിൽ പിന്നെ എൻ്റെ എതിർ സ്ഥാനാർത്ഥിയും അവരുടെ ഗ്രൂപ്പും അത് അവരുടെ ഭാഗമായിട്ട് വരും എന്നുള്ളത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല.